ായിരുന്നു ഞാൻ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ കേസ് ഫയൽസും മറ്റേ അതും ഇതുമൊക്കെ മറ്റേ വാരി വലിച്ച് ഓരോരുത്തർക്ക് കൊണ്ടുപോയി സ്പാം ചെയ്യുന്നതും മറ്റേ അതും ഇതുമൊക്കെ. അപ്പോൾ ഈ കേസ് ഫയൽ അതിവിദഗ്ധമായി ഉണ്ടാക്കിയ പയ്യനെ, അതായത് എന്താ പറയുക, സെഷൻസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നു, ബാക്കിയുള്ള ഓരോന്ന് കണ്ടുപിടിക്കുന്നു, അതിനകത്ത് നമ്മളെ മെൻഷൻ ചെയ്യുന്നു, സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ആൾക്കാരുടെ ചാനലിൻ്റെ ഇതുകൾ ആഡ് ചെയ്യുന്നു. മീൻസ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഇത് ഏത് സോഴ്സിൽ നിന്നാണ് വന്നതെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്, അവർ ഡീറ്റെയിൽസ് എല്ലാം, IP അഡ്രസ്സും അതുപോലെ തന്നെ ഡിസ്കോഡ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, എന്നെ ഈ OCയിൽ ടോർച്ചർ ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം കൂടി ഇന്ന് ഒരു ദിവസം ഇന്ന് ഉച്ചതൊട്ടിരുന്ന് മെനക്കെട്ടിരുന്ന് എല്ലാം കൂടെ ഡോക്യുമെൻ്റ് ചെയ്ത് ഞാനിപ്പോൾ കൊണ്ടുവന്ന് നേരെ വക്കീലിനെല്ലാം ഏൽപ്പിച്ചു, എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. സോ ഇത് കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. കുറേയൊക്കെ ഞാൻ കൊച്ചു പിള്ളേരല്ലേ വേണ്ടെന്ന് വിചാരിച്ച് വെച്ചിരുന്ന കാര്യമാണ്. സോ അപ്പോൾ ഇത് എല്ലാം കൂടി ഞാനതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് വെച്ച് അങ്ങ് കൊടുത്തു. സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് പിന്നെ വേറൊരു കാര്യം കൂടെ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഇതിനു മുമ്പ് നമ്മളൊരു ഒരുത്തരെ തൂക്കിയിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്നും ഇതൊക്കെ ആക്കുമെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ. നിങ്ങൾ ഈ കേസിൻ്റെ അപ്ഡേറ്റ് ഒന്നും പറഞ്ഞില്ല, അത് ഇതില്ല എന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ വിചാരിക്കരുത് അവനെ ഒന്നും കണ്ടുപിടിച്ചില്ലെന്ന്. അവനെ കണ്ടുപിടിച്ചു. അവനെ കൊണ്ടുവന്ന സമയത്ത്, അവനെ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് അവർ മറ്റേ ഇതിൻ്റെയൊക്കെ എന്തോ അസുഖത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. ആൻഡ് എൻ്റെ വൈഫിൻ്റെ അടുത്ത് കാലെ പിടിച്ച് സോറി പറഞ്ഞിട്ടാണ് അവൻ പോയത്. അത് ഞാൻ ഇനിയും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും നമ്മളത് ചെയ്യിപ്പിച്ചിട്ടില്ലെന്ന്. എൻ്റെ വൈഫിനോടാണല്ലോ ആരോടാണെങ്കിലും ചോദിച്ചാൽ മതി. എൻ്റെ വൈഫിനെ കാലെ പിടിച്ചിട്ട് പുള്ളിക്കാരൻ്റെ അച്ഛൻ പറഞ്ഞത് അവരുടെ കാലെ പിടിച്ച് സോറി പറയണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കുക, എന്നിട്ടും ഈ പറഞ്ഞതുപോലെ സോറി പറഞ്ഞിട്ടാണ് പോയത്, മനസ്സിലായ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ഉള്ളതുകൊണ്ട് മാത്രം കൺസിഡർ ചെയ്ത് വിട്ടതാണ്. വേറെ ഒന്നും കൊണ്ടല്ല. അതവിടെ ക്ലോസ് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ ഇത് ഞാൻ വിടാൻ പോകണില്ല. ഞാൻ ഈ കണ്ടിന്യൂസ് ഹറാസ്മെൻറ്റിന് ഒരു 7 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ്, ഞാൻ ഒരു ഗ്യാങ്ങിൻ്റെ പേര് പറയണില്ല, ഒന്നുമില്ല, 7 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇൻക്ലൂഡിങ് 1 മോഡറേറ്റർ. അതിനകത്ത് ഫാമിലി അബ്യൂസും ഈ കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ളത് ഞാൻ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. കുറേ നാളായി ഞാനിതിൻ്റെ വേണ്ട ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനുള്ളൊരു സമയം കിട്ടിയത്, മനസ്സിലായോ. അപ്പോൾ ഞാൻ അതെല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇതാക്കാം. ഇനി അണ്ടർ ഏജ് ആണെങ്കിലും എന്ത് ഏജ് ആണെങ്കിലും ഞാൻ നോക്കാൻ പോകുന്നില്ല. കഴപ്പിന് കിട്ടിയതാണ് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന ഇതിൽ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ബാലൻ്റെ സ്ലോട്ടൊക്കെ മാറ്റിയിടാം. എല്ലാവരും ചില്ലാവും. ഞാൻ വന്നതേ ഉള്ളൂ 10:56. ഇന്ന് നാളെ രാത്രി വരെ സമയമുണ്ട്, സീനില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. എൻ്റെ പനി ഇതുവരെ മാറിയിട്ടില്ല ഗൈസ്. എൻ്റെ സൗണ്ട് നോർമലായോ ലൈവിൽ? ഇല്ലല്ലോ, സൗണ്ട് നോർമലായോ? പ്രിവാറുണ്ട്. ഞാൻ അറിഞ്ഞ് ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയണതുപോലെ മറ്റേ പുതിയ ഗ്യാങ്സ് MS-13 അങ്ങനെ ഒന്നും നോക്കണ്ട. നമുക്ക് ആരും ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ പിന്നെ MS-13 ഒക്കെ നമ്മൾ OG ഗ്യാങ്സ് ആയതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാലും നമ്മൾ അധികം കൊണയൊന്നും ഇല്ലാത്ത രീതിയിൽ അധികം അങ്ങനെ എൻ്റെ ഭാഗം. കാരണം സിറ്റിയിൽ നമുക്ക് സിറ്റുവേഷൻസ് എടുക്കുക എന്ന് പറയണത്, ഒന്നാമത്തെ കാര്യം സിറ്റുവേഷൻസ് ഇല്ല സിറ്റിയിൽ. പിന്നെ നമ്മൾ വരുന്ന എല്ലാ ഗ്യാങ്സിനെയും ഫ്രണ്ട്ലി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാര്യമില്ല. സെക്കൻഡ് PO ഞാൻ കണ്ടറ, എൻ്റെ അമ്മു എന്തൊരു അടിച്ചല്ലേ അവൻ. ബാലൻ ഇപ്പോൾ ഉണ്ട് സ്ലോട്ട് ആടാക്കി ബ്രോ. ഇപ്പം ഞാൻ ആരെ മാറ്റിയിടാൻ ബ്രോ? നിങ്ങൾ വിചാരിക്കണ പോലെ അത് പെട്ടെന്നല്ല, അത് അഡ്മിൻ അപ്രൂവ് ഒക്കെ ആക്കണം, കുറച്ച് ടൈം വേണം. എനിക്കിനി ആകെ 3 മിനിറ്റ് കൂടെ ഉള്ളൂ സിറ്റി കയറാൻ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടെ എങ്ങനെ ചെയ്യും? ഇന്നത്തെ കാര്യം വീട് അടുത്ത സിറ്റുവേഷൻ തൊട്ട് അവനുണ്ടാവും, ചില്ലാവ്. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അണ്ടർ റേറ്റഡ് സെഗ് അങ്ങനൊന്നും ഇല്ലടാ. ലൈക്ക് അത് TV-യിലെ എല്ലാ പ്ലേയേഴ്സും ടോപ്പ് റേറ്റഡ് ആണ്. അതിനകത്ത് ആരും അണ്ടർ റേറ്റഡ് ഇല്ല. അവർ ടോപ്പ് റേറ്റഡ് ആയതുകൊണ്ടല്ലേ TV-യിൽ ഇരിക്കുന്നേ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. വേറെ പുറത്ത് ചില ആൾക്കാരിരുന്ന് ഗ്രൂപ്പ് ലൈവ് മാസൊക്കെ അടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് റിപ്ലൈ പറയാൻ പോലും താല്പര്യമില്ല. കാരണം ഇവനൊക്കെ വരുന്നതിനും വർഷങ്ങൾ മുമ്പേ കിക്കിൽ ചെയ്തു തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ കിക്കിൽ പുതിയതായിട്ട് വരുമ്പോൾ മറ്റേ ആൾക്കാരെ 3 പേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയുന്ന ഒരുത്തൻ്റെ അടുത്ത് എനിക്ക് പറയാനില്ല. ഞാൻ അതിനകത്ത് ആ ക്ലിപ്പിൽ എൻ്റെ അറിവിൽ ഞാൻ ഷഡ്ഡിക്കണ്ണൻ എന്നാണ് മെൻഷൻ ചെയ്തത്. അത് പുള്ളിയുടെ ആധാർ കാർഡ് നെയിമാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
കാരണം ഇത്ര കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ആരുടെയും പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായ? അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. എന്ത് വേണം ഇരുന്ന് കുരയ്ക്കാം. ഇങ്ങനത്തെമാരെ ഞാൻ ഇഗ്നോർ ചെയ്യുവാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ എം ആർ സി മാനേജ്മെൻ്റ് ആയിട്ട് ഇത് കാര്യം സംസാരിച്ചായിരുന്നു. എം ആർ സി മാനേജ്മെൻ്റ് ആയിട്ട് സംസാരിച്ചപ്പം അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് കണ്ടവന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അത് എം ആർ സിയുടെ കേസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് എം ആർ സി സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. അവർ പറഞ്ഞ് അവർക്ക് ഇതിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ അവരെ ഓൾറെഡി എൻ്റെ അടുത്ത് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് നോ ടെൻഷൻ. ഞാൻ ഇതിൽ നിന്നും എനിക്ക് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായ? സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ബാക്കിയുള്ളവരെ നന്നാക്കുന്നതിന് മുമ്പ് സ്വയം നന്നാവ് എന്ന് മാത്രമേ പറയുള്ളൂ. ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം. നമുക്ക് സിറ്റി കയറാം. ഡെയിലി അവരാതെ എനിക്ക് താല്പര്യമില്ല. സിറ്റി കയറാം, ലെറ്റ്സ് ഗോ. വാ. അതുൽ ജോസ് കൊട്ടയും ചട്ടിയൊക്കെ ഉണ്ടാ എനിക്ക്, അതുകൊണ്ടല്ലേ ആണായിട്ടിരിക്കണേ. സിഗഡി അല്ലല്ലോ നിന്നെ പോലെ. സോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഷോർട്ട് ലൈവ് ആണോ? എടാ ലേറ്റ് ആയി പോയില്ലേ? സൗണ്ട് ഇതുവരെ ശരിയായില്ലേ? ലൈവ് ഒന്ന് സൗണ്ട് പോയി.